ഹായ് ഓൾ വെൽക്കം ടു ലാണിനോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന പേപ്പറിലെ മൂന്നാമത്തെ ടോപ്പിക്. ദാറ്റ് ഈസ് നമുക്ക് ഡിഫറെൻറ്റ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു, എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. What are the different methods that can be used for solving a problem? സോ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടാണ് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, മീൻസ് ആൻഡ് അനാലിസിസ് ആൻഡ് ബാക്ക് ട്രാക്കിംഗ്. സോ ഫസ്റ്റ് ഞാൻ ഡീൽ ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ്. ഓക്കെ, സോ ദ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഈസ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി where you try different solutions and learn from mistakes until you find one that works. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് നോർമലി പോകുന്നത് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എങ്ങനെ ഒരു സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ഇപ്പം നമ്മളിപ്പോൾ ഒരു പോളിനോമിയന് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം പോളിനോമിയൽ എന്നുള്ള ലൈക്ക് x⁻³ + 3x അങ്ങനത്തെ ക്യൂബിക് പോളിനോമിയലിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ആകെ ഫസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് നോക്കുമ്പോൾ സൊല്യൂഷൻ ആണോ ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 1 ഇട്ട് നോക്കി സൊല്യൂഷൻ ആണോ ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 2 ഇടണമെന്ന് നോക്കി സൊല്യൂഷൻ കണ്ടുപിടിക്കും. അങ്ങനെ ഓരോ നമ്പേഴ്സ് ട്രൈ ഔട്ട് ചെയ്ത് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഓക്കെ ഇതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ട്രൈ ചെയ്യുമ്പോൾ വി മേ ഗെറ്റ് സം മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യുക, ഫോർവേഡ് പോയി സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് വരെ എന്ത് ചെയ്യുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഈ ഡെഫിനിഷനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. വാട്ട് ഈസ് ദ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്? ഇറ്റ്സ് ഡെഫിനിഷൻ ഇസ് trial and error method involves experimenting with various approaches or solutions until you achieve the desired result. Desired result കിട്ടുന്നത് വരെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സിൽ എന്താ ഉള്ളത്, നമ്മൾ ഡിഫറെൻറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൊല്യൂഷൻസിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യും until we get a desired result. If one attempt doesn't work, you try another. അപ്പോൾ നമുക്ക് ഒരു അറ്റംപ്റ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്തു, ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോവുക. നമ്മൾ ഫെയിലിയർ ചെയ്യുന്ന മാത്രമേ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പറയുന്നത് നമ്മൾ ഓരോ ഫെയിലിയർ ചെയ്യുന്ന മാത്രമേ സക്സസ്സിലേക്ക് പോവുള്ളൂ. Next, purpose. This method is used when you don't have a clear solution in mind and need to explore different possibilities. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് ഓക്കെ ഇങ്ങനെ പോയാൽ സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത കേസസിലാണ് നമ്മളിത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യുക. ആൻഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്തായിരിക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വി നീഡ് ടു ക്ലിയർലി ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ദാറ്റ് ഈസ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു സോൾവ്, or you need to define this problem and your goal. So we have to identify എന്താണ് പ്രോബ്ലം അല്ലെ എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ, എന്താണ് അതിൻ്റെ ഗോൾ, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ ട്രൈ എ പോസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ഇന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് എന്നുള്ളത് നമ്മളൊരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് വിത്ത് വൺ അപ്രോച്ചോടെ ഒരു സൊല്യൂഷൻ എടുക്കുക. ദിസ് കുഡ് ബി ബേസ്ഡ് ഓൺ യുവർ ഇൻറ്റ്യൂഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ് ഓ സിംപ്ലി ഐ ഗെസ്. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ എടുക്കുന്നത് ഒന്നെങ്കിൽ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിലൊക്കെ ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നി ഓക്കെ ഇങ്ങനെയാവും സൊല്യൂഷൻ വരിക, അല്ലെങ്കിൽ അതൊരു ഗസ് ആവാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഒരു പോസിബിൾ സൊല്യൂഷൻ, ഏത് രീതിയിലുള്ള ഒരു പോസിബിൾ സൊല്യൂഷൻ എടുക്കുക. നൗ വി ഹാവ് ടു ടെസ്റ്റ് ദാറ്റ് സൊല്യൂഷൻ, ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ ആൻഡ് ഒബ്സർവ് വാട്ട് ഹാപ്പൻ. ഡസ് ഇറ്റ് സോൾവ് ദ പ്രോബ്ലം? ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയോ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് സൊല്യൂഷൻ ട്രൈ ചെയ്യുക. ഓക്കെ, and analyze the result. If the solution works, great. If not, analyze why it doesn't work, why went wrong, what did you learn from this attempt. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക്, നെക്സ്റ്റ് സൊല്യൂഷനിലേക്ക് വീണ്ടും പോവുക. ഓക്കെ, and we will repeat this process based on what you have learned. Try another solution, keep experimenting with different approaches until you find one that works. Okay,
ഇവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ലൈക്ക് നമ്മുടെ സ്യൂട്ട് കേസിൽ ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, സ്യൂട്ട് കേസിൽ നമ്പർ ലോക്ക്. അപ്പോൾ അത് നമുക്ക് അൺലോക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ അൺലോക്ക് എനിക്ക് അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്യുക. ആദ്യം 1 2 3 നോക്കി, ഓക്കെ വർക്കായില്ല. നെക്സ്റ്റ് 2 3 4 നോക്കുക, അത് വർക്കായില്ല. അങ്ങനെ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വർക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലാസ്റ്റ് ഓക്കെ ഇതാണ് ലൈക്ക് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കിട്ടുള്ളൂ. ഓക്കെ, സെയിം ആണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ ഇവിടെ ഐഡന്റിഫൈ ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ യു നീഡ് ടു ഓപ്പൺ ദ ലോക്ക്, അതാണ് യുവർ പ്രോബ്ലം. ട്രൈ എ പോസിബിൾ സൊല്യൂഷൻ, ഒരു റാൻഡം സൊല്യൂഷൻ എടുത്ത് 1 2 3 ട്രൈ ചെയ്തു എന്ന് വിചാരിച്ചോ, അതിന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ കോമ്പിനേഷൻ ലോക്കിലേക്ക് എൻ്റർ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ റിസൾട്ട് ഓക്കെ ഓപ്പൺ ആയോ, okay, you know 1 2 3 isn't the right code, so you need to try the again. ലോക്ക് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ 1 2 3 അല്ല solution, that is we have to find another solution, and we have to repeat this process. Okay, so try the next combination, examine 1 4 5 6 and continue until you find the correct code. Okay, why it's effective, ഇതൊരു എഫക്റ്റീവ് മെത്തേഡ് ആണ് പറയുന്നതിൻ്റെ കാര്യം എന്താണ്. ലൈക്ക് നമ്മൾ ആലോചിക്കുകയും വിചാരിക്കുമോ ഇങ്ങനെയാണോ ഒരു സൊല്യൂഷൻ സോൾവ് ചെയ്യുക എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. ബട്ട് hands-on learning, trial and error is an experimental method, meaning you learn by doing. Each attempt provide valuable feedback. So trial and error method എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. മീൻസ് നമ്മൾ പഠിക്കുന്ന ചെയ്തേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് പറയില്ലേ, സെയിം സാധനമാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്ന പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. ആൻഡ് ഇറ്റ് ഈസ് ഈച്ച് അറ്റംപ്റ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഫീഡ്ബാക്ക്. നമുക്ക് എന്ത് കിട്ടും, ഓരോ വട്ടം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴും ഫെയിലിയർ ആണെന്ന് വരുന്നതെന്നുണ്ടെങ്കിലും വി വിൽ ഗെറ്റ് എ ഫീഡ്ബാക്ക്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലേക്ക് ക്ലോസായി വരായിരിക്കും, സൊല്യൂഷനിലേക്ക് ക്ലോസായി വരുമായിരിക്കും. Next, simple and flexible. It doesn't require advanced knowledge or techniques. Make it accessible for many types of problems. So, it's a simple and flexible. നമുക്കറിയാം trial and error method എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ ഇന്നൊരു മെത്തേഡ് ഫോളോ ചെയ്യണം എന്നില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് നോക്കുക. ആ ഒരു സിനാരിയോയിൽ ഇട്ട് നോക്കുമ്പോൾ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ആക്കി എടുക്കുക. അപ്പം നമുക്ക് എന്താ ഒത്തിരി നോളജിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫോർമുല പഠിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഇറ്റ്സ് ഫ്ലെക്സിബിൾ. And also it will encourages exploration. Since you are not logged into one approach, you are free to explore multiple avenues until you find that works. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓക്കെ ഇങ്ങനെ പോയാൽ സൊല്യൂഷൻ കിട്ടുമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആ പാത്തിലൂടെ സൊല്യൂഷനിലേക്ക് പോവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലോർ വേരിയസ് അവന്യൂസ് അണ്ടിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് വരെ we will be working on that. So we will be able to get a lot of exploration. Okay, now when to use a trial and error method. ഓക്കെ, അൺഫെമിലിയർ പ്രോബ്ലം, നമ്മുടെ കയ്യിലൊരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് trial and error method. When you are dealing with a problem you are never encountered before and don't know the exact solution, ആ കേസസ് അതിനെയാണ് നമ്മൾ അൺഫെമിലിയർ പ്രോബ്ലംസ് എന്ന് പറയാം. സോ ആ കേസസിലൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യാം. ലിമിറ്റഡ് ഇൻഫർമേഷൻ, ഓക്കെ നമുക്ക് വെൻ ദർ ഇസ് ഇനഫ് ഇൻഫർമേഷൻ അവൈലബിൾ ടു മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ, നമുക്കൊരു നേരത്തെ അറിയാവുന്ന ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ആ കേസ് ദാറ്റ് ഇസ് ലിമിറ്റഡ് ഇൻഫർമേഷനേ ഉള്ളൂ. ആ കേസിലും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. And now creative problem solving, when you want to explore different possibilities, നമുക്ക് different possibilities like creativity ഒക്കെ കൊണ്ടുവന്ന് different possibilities explore ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, and now when not to use it. ടൈം സെൻസിറ്റീവ് പ്രോബ്ലം, ചിലപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചടപടയെന്നുള്ള സൊല്യൂഷൻസ് കിട്ടണമായിരിക്കും അല്ലേ, പെട്ടെന്ന് എനിക്ക് സൊല്യൂഷൻ ഉണ്ടാകും. ആ കേസിൽ നിന്നും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടേണ്ട സമയത്ത് ഞാൻ ഓരോ സൊല്യൂഷൻസ് ഫസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുന്നു, സെക്കൻഡ് വൺ ട്രൈ ഔട്ട് ചെയ്യുന്നു, തേർഡ് വൺ ട്രൈ ഔട്ട് ചെയ്യുന്നു, ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം കഴിയും. നമ്മൾ പെട്ടെന്നൊരു സൊല്യൂഷൻ എടുക്കേണ്ടതായിരുന്നു. ഓക്കെ, സോ ടൈം സെൻസിറ്റീവ് പ്രോബ്ലംസിലൊക്കെ ഇഫ് യു നീഡ് എ ക്വിക്ക് സൊല്യൂഷൻ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ഭയങ്കര സ്ലോ ആയിരിക്കും. സോ വി ഷുഡ് നോട്ട് യൂസ് ദ ടൈം സെൻസിറ്റീവ് പ്രോബ്ലംസിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓൾസോ കോംപ്ലെക്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ
കുറച്ച് ഒത്തിരി മെത്തേഡ്സ് ഒക്കെയുള്ള ഓൾറെഡി നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെ ചെയ്താൽ സൊല്യൂഷൻ കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. സോ ലൈക്ക് ഫോർ വെരി കോംപ്ലക്സ് പ്രോബ്ലംസ് അതർ മെത്തേഡ്സ് മൈറ്റ് ബി മോർ എഫിഷ്യൻറ്റ്. അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓർ എക്സ്പെർട്ട് കൺസൾട്ടേഷൻ. ഒരു കോംപ്ലക്സ് പ്രോബ്ലം വരുമ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിന് നിൽക്കരുത്. വി ഹാവ് ടു അനലൈസ് ദ സിസ്റ്റം. നമ്മൾ എന്താണ് പ്രോബ്ലം അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പെർട്ട് കൺസൾട്ടേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുക. യു ഷുഡ് നോട്ട് ഗോ വിത്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. Okay, so trial and error is basic yet powerful problem solving strategy that teaches you to persist, learn from your mistakes, and ultimately find solutions through practical experience. Okay, now the trial and error method involves trying different solutions until you find one that works. This method is especially useful when you don't have a clear path to the solution and need to experiment with various അപ്രോച്ചസ്. അപ്പോൾ നമുക്ക് ഒത്തിരി അപ്രോച്ചസിലൂടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. ആ കേസസിലൊക്കെ ആയിരുന്നു നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഇത് എക്സാം പെർസ്പെക്റ്റീവിലല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എവിടെയൊക്കെയാണ് നമ്മൾ ട്രയൽ ആൻഡ് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ലേണിംഗ് ടു റൈഡ് എ ബൈസൈക്കിൾ. നമ്മൾ ആദ്യമായിട്ട് ബൈസൈക്കിൾ ഓടിക്കാൻ പഠിക്കുമെങ്കിൽ ഓക്കെ, എൻഡ് ഓഫ് ദ പ്രോബ്ലം നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കണം? ബൈസൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് നേരെ ചെന്നിട്ട് ഓക്കെ ഒരു മെത്തേഡ് ഉണ്ടോ ബൈസൈക്കിൾ ഓടിച്ച് പഠിക്കുക? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? സെവറൽ ടൈംസ് വീഴും, അതിൽ നിന്ന് ഓക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് കുറച്ച് എന്തൊക്കെയോ പഠിക്കും, പിന്നെ അറ്റംപ്റ്റ് ചെയ്യും, പിന്നെയും ഫെയിൽ ആവും, അങ്ങനെ സക്സസ്സിലേക്ക് പോവുള്ളൂ. സോ ഇറ്റ് ഈസ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓൾസോ സോൾവിങ് ആ പസിൽ. നമ്മുടെ കയ്യിൽ ഒരു പസിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. സോ പസിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്ഥലത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുമോ? ഇപ്പോൾ നമ്മുടെ സുഡോക്കൊക്കെ കളിക്കുമ്പോഴാണെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ ഫിക്സ് ചെയ്യാൻ നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ട്രൈ ചെയ്തായിരിക്കും എൻഡ് ഓഫ് ദ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സോൾവ് ചെയ്യുക. നെക്സ്റ്റ് വൺ, കുക്കിംഗ് വിത്തൗട്ട് എ റെസിപ്പി. നമുക്ക് റെസിപ്പി ഇല്ലാതെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നമുക്ക് എന്തൊക്കെയാണ് റെസിപ്പി വേണ്ടത് നമ്മുടെ കറക്റ്റായിട്ട് എമൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, 1 ടീസ്പൂൺ മതിയോ? പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡിങ് ദ റൈറ്റ് ടൂൾ വെൻ അസംബ്ലിങ് ഫേർണിച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് സ്ക്രൂസിന് ഡിഫറെൻറ്റ് സ്ക്രൂ ഡ്രൈവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രൂ ഡ്രൈവർ ഏതാന്നുള്ളത് ചെക്ക് ചെയ്തായിരിക്കും റൈറ്റ് ടൂൾ കണ്ടുപിടിക്കുക. സോൾവിങ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം. നമുക്ക് അറിഞ്ഞൂടാത്തൊരു മാത്തമാറ്റിക്കൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ സൊല്യൂഷനിലേക്ക് വരിക. ലേണിംഗ് ടു പ്ലേ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഫിഗറിംഗ് ഔട്ട് എ പാസ്വേഡ് ഒക്കെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ട്രൈ. നമ്മൾ നമ്പർ ലോക്ക് പറഞ്ഞ കേസ് പോലെ തന്നെയാണ്. ഫൈൻഡിങ് ദ ബെസ്റ്റ് റൂട്ട്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയോ എവിടെയാണെന്നുള്ളത്? ഇല്ല. സോ നമ്മളൊരു ന്യൂ ലൊക്കേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് റൂട്ടൊക്കെ എടുത്ത് ഡിഫറെൻറ്റ് ഡേയ്സ് നമ്മളത് ചെയ്ത് നമുക്ക് ഏതാണ് ബെസ്റ്റ് റൂട്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിപ്പോൾ പുതുതായിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ പോകണം. അപ്പം എന്നും നമുക്ക് കോളേജിലേക്ക് പോകണം. സോ എന്നും കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കണം. ഈസി ആയിട്ടുള്ള പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ട് കണ്ടുപിടിക്കണം. കൺവീനിയൻറ്റും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ദിവസം തന്നെ ഓക്കെ ഒരു ഫസ്റ്റ് ട്രയൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. വി ഹാവ് ടു ട്രൈ ഡിഫറെൻറ്റ് റൂട്ട്സ്. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫിക്സിങ് എ ബ്രോക്കൺ അപ്ലയൻസ്, ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറോ കോഡ്. നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കോഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഡീബഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇഷ്യൂ ഫിക്സ് ചെയ്ത് റിപ്പീറ്റഡ്ലി എറർ ഫിക്സ് ചെയ്താലേ നമുക്ക് ഓക്കെ ഇതുകൊണ്ടാണ് എറർ വന്നത്, ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു എറർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ഫസ്റ്റ് ഫിക്സ് ആണോന്നില്ല. ഓക്കെ, വി ഹാവ് ടു ട്രൈ ഡിഫറെൻറ്റ് അപ്രോച്ചസ്. നമ്മൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നുള്ള ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഫോളോ ചെയ്യുക. എന്നിട്ട് മാത്രമേ അത് വർക്കായോ ഇല്ല, അങ്ങനെയാണെങ്കിൽ എഗെയിൻ ചെയ്ത് നോക്കുക വർക്കായോ ഇല്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? സോഫ്റ്റ്വെയർ കോഡിലേക്ക് ബഗ് ഒക്കെ ഡീബഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ലൈക്ക് നമുക്ക് എസ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഡേ ടു ഡേ ലൈഫ് എക്സാമ്പിൾസ് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ
It's a problem solving strategy that uses practical shortcuts or rules of thumbs to make decisions and find solutions more quickly and effectively, even if the solution isn't perfect. Here, how it works. Okay, heuristic method എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ എയിം നമുക്കൊരു സൊല്യൂഷൻ കിട്ടണം, അത്രേ ഉള്ളൂ. അത് ആക്ച്വലി നല്ല സൊല്യൂഷൻ ആണോ അല്ലെ ലൈക്ക് എന്താണ് കറക്റ്റ് ആണോ എക്സാക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ അതൊന്നും അറിയണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ് ആവണോ എന്നുള്ളവർ എന്ത് ചെയ്യും, എന്താ നമുക്ക് ആൻസർ കിട്ടണമെന്ന് നിർബന്ധമില്ല, എന്തെങ്കിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാ ഇങ്ങനെയാ, നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുപോലെയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. എക്സാക്റ്റ് കറക്റ്റ് നല്ല സൊല്യൂഷൻ കിട്ടണമെന്നില്ല. നമ്മൾ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഡിസിഷൻ എടുത്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, വിച്ച് വോൺ ബി നല്ല സൊല്യൂഷൻ ആവണമെന്നില്ല, ബട്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ, മോർ ക്വിക്കായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി കിട്ടേണ്ട സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രോബ്ലംസ് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടത്. So, what is the heuristic method? A heuristic is a mental shortcut that allows people to solve problems and make a judgment quickly and efficiently. So, ഇതാണ് മെയിൻ സാധനം. ക്വിക്ക്ലി എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ എക്സാക്ട് എഫിഷ്യൻ്റ് അല്ല കേട്ടോ, നമ്മൾ അത്രയും ഇതായിട്ട് എടുക്കുന്നതല്ല. ഓക്കെ, കൈൻഡ് ഓഫ് എഫക്റ്റീവ് ആണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നോട്ട് എഫിഷ്യൻ്റ് ആണ്, എഫിഷ്യൻറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ക്വിക്ക്ലി നടക്കും. ഓക്കെ, സോ പെട്ടെന്ന് നടക്കുന്ന ഒരു സാധനമാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇറ്റ്സ് എ വേ ടു സിംപ്ലിഫൈ കോംപ്ലക്സ് പ്രോബ്ലം. കോംപ്ലക്സ് പ്രോബ്ലം ഒക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മൾ പറഞ്ഞു, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി എന്താണ് കോംപ്ലക്സ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട് പ്രാക്ടിക്കൽ. സോ കോംപ്ലക്സ് പ്രോബ്ലം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടി ഹ്യൂറിസ്റ്റിക് മെത്തേഡ് വഴി പറ്റും. ഫോക്കസിങ് ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓർ ബൈ അപ്ലൈങ് ജനറൽ പ്രിൻസിപ്പിൾ ദാറ്റ് യൂഷ്വലി ലീഡ് ടു ഗുഡ് ഇനഫ് സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടൊക്കെ നേരത്തെ ഇന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു വേ ഉണ്ട്. അങ്ങനത്തെ ഉള്ള കേസ് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ പ്രോബ്ലത്തിൽ ഫോർമുലയിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് പെട്ടെന്ന് അങ്ങ് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റൂട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പേഴ്സിന് ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ. ഒന്നെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പ്രോഡക്റ്റ് ഏതാന്ന് കണ്ടുപിടിച്ച് സമ്മ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. കുറച്ചുകൂടി വലിയ മെത്തേഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, -b + -√b²-4ac/2a ആ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഏതേ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേ നോക്കുള്ളൂ, പെട്ടെന്ന് എനിക്ക് ആൻസർ കിട്ടണം. സോ ജസ്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യാം. മറ്റേതാണെങ്കിൽ നമ്പേഴ്സ് കോമ്പിനേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, so heuristics are used when you need a fast, efficient solution and are willing to accept that it may not be absolute best or most accurate one. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ആൻസർ വോണ്ട് ബി എ ബെസ്റ്റ് ആൻസർ, അല്ലെ അബ്സല്യൂട്ട് ഓർ ബെസ്റ്റ് ഓർ ആക്യുറേറ്റ് ആൻസർ ആയിരിക്കില്ല. ഒരു ആൻസർ കിട്ടും, ഓക്കെ, പെട്ടെന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, now characteristics of heuristics. Simplification. Heuristic simplifies complex problem, making them easier to tackle. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയൊക്കെ സോൾവ് ചെയ്യാൻ നിന്ന് നമുക്ക് തന്നെ ആൻസർ കിട്ടാണ്ടാവും, നമുക്ക് തന്നെ ബോറടിച്ച് നമ്മൾ നിർത്തിപ്പോവും. പക്ഷേ ഹ്യൂറിസ്റ്റിക്കിലാകുമ്പോൾ അങ്ങനെയല്ല. കോംപ്ലക്സ് പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഹ്യൂറിസ്റ്റിക് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, സ്പീഡ്. ദേ പ്രൊവൈഡ് ക്വിക്കർ സൊല്യൂഷൻ ബൈ കട്ടിംഗ് ഡൗൺ ഓൺ ദ ടൈം ആൻഡ് എഫേർട്ട് നീഡഡ്. നമ്മൾ ടൈമും കുറച്ച് മതി, അതുപോലെ നമ്മുടെ എഫേർട്ടും കുറച്ച് മതി, പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും. സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ്. ഹ്യൂറിസ്റ്റിക്സ് എയിം ഫോർ എ ഗുഡ് ഇനഫ് സൊല്യൂഷൻ റാദർ ദാൻ എ പെർഫെക്റ്റ് വൺ. നമുക്കൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ കിട്ടില്ല, ബട്ട് വി വിൽ ഗെറ്റ് എ ഗുഡ് ഇനഫ് സൊല്യൂഷൻ. നെക്സ്റ്റ്, കോമൺ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സിൻ്റെ കുറച്ച് കോമൺ ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ്. ഇത് നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആദ്യം ഡീൽ ചെയ്യണമായിരുന്നു, കാരണം ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ട്രൈങ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ അണ്ടിൽ വൺ വർക്ക്സ്. എക്സാമ്പിൾ, ടെസ്റ്റിംഗ് ഡിഫറെൻറ്റ് റൂട്ട്സ് ടു വർക്ക് ടു ഫൈൻഡ് ദ ക്വിക്കസ്റ്റ് വൺ. ഓക്കെ, അതുപോലെ തന്നെ റൂൾസ് ഓഫ് തം. റൂൾസ് ഓഫ് തം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഹ്യൂറിസ്റ്റിക്കിൻ്റെ. റൂൾസ് ഓഫ് തം എന്ന് പറഞ്ഞാൽ യൂസിങ് എ ജനറൽ പ്രിൻസിപ്പിൾ ദാറ്റ് അപ്ലൈസ് ടു മെനി സിറ്റുവേഷൻ.
എക്സാമ്പിൾ, ഇഫ് ഇറ്റ്സ് ബ്രോക്കൺ ട്രൈ റീസ്റ്റാർട്ടിങ് ഇറ്റ്. അപ്പം നമുക്ക് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ ഇന്ന ഒരു സംഭവം പറ്റുവാന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യുക, അങ്ങനെ ഒരു റൂൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു സാധനം പൊട്ടിപ്പോയാൽ നോക്കി എന്ത് ചെയ്യുക, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, പഴയ പോലെ ആക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, സിമ്പിൾ സൊല്യൂഷൻ. ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഒക്കെ ഒരു തമ്പ് റൂളാണത്. ഓക്കെ, നമ്മൾ പീപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, ഇനി വർക്കിംഗ് ബാക്ക്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഗോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത്, ഓക്കെ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ, ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ക്വസ്റ്റ്യനിലേക്ക് റീച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കിട്ടി. ഇപ്പൊ മാത്സിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മളൊന്ന് അസ്യൂം ചെയ്യും, ഓക്കെ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ബാക്കിലേക്ക് പോയി തിരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തുകയെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്, നമ്മൾ അസംഷനിൽ നിന്ന് കിട്ടി, ഇതല്ലേ ബാക്ക്വേർഡ്സിൽ നിന്ന് ആൻസർ കിട്ടി. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ദ ഗോൾ ആൻഡ് വർക്ക് ബാക്ക്വേർഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റെപ്സ് നീഡഡ് ടു റീച്ച് ഇറ്റ്. സോ എക്സാമ്പിൾ സോൾവിങ് എ മെയ്സ് ബൈ സ്റ്റാർട്ടിങ് അറ്റ് ദ എൻഡ് ആൻഡ് ഫൈൻഡിങ് യുവർ വേ ടു ദ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മറ്റേ മെയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ വഴിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പണ്ട് നമ്മുടെ മാഗസീൻസിലൊക്കെ, കുട്ടികളുടെ മാഗസീൻസിലൊക്കെ വരത്തില്ലേ, വഴിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പസിൽ പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലൈക്ക് നമ്മളാണെങ്കിലും ചെറുതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഓരോ വഴി കൂടെ പോയിട്ട് അത് ബ്ലോക്ക് ആകുമ്പോൾ തിരിച്ച് പഴയ വഴിയിലേക്ക് വന്ന് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി വലുതായപ്പോൾ എന്ത് ചെയ്തു, നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എൻഡ് പൊസിഷൻ എവിടെയാണോ നിർത്തുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിങ് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ബാക്ക് ട്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് വഴി കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, now availability heuristic. What is making decision based on how easily എക്സാമ്പിൾസ് കം ടു മൈൻഡ്. അപ്പം നമുക്ക് എങ്ങനെയാണ് എക്സാമ്പിൾസ് മൈൻഡിലേക്ക് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുന്നത്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ ഹിയറിംഗ് അബൌട്ട് സെവറൽ കാസ് theft in your area, you might estimate the livelihood of your own car being stolen, leading you to take extra precaution. അപ്പം നമ്മൾക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ ഓക്കെ ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ വന്നു, അപ്പം പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള എല്ലാ വീട്ടിലെയും കാറൊക്കെ എന്ത് ചെയ്യും, ഒത്തിരി തെഫ്റ്റ് ഒക്കെ നടക്കാറുള്ള ഏരിയ ആണെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടറിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓക്കെ ഇത് ആക്ച്വലി സ്റ്റോളൻ നടക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നതെന്നും പറഞ്ഞിട്ട് എക്സ്ട്രാ പ്രിക്വേഷൻസ് എടുക്കും അല്ലേ. സോ അങ്ങനെ മേക്കിംഗ് ഡിസിഷൻസ് ഓൺ ഹൗ ഈസിലി എക്സാമ്പിൾസ് കംസ് ടു മൈൻഡ്, നമ്മളൊരു എക്സാമ്പിൾസിലൂടെ ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, നൗ ആങ്കറിങ് ഹ്യൂറിസ്റ്റിക്. Relying too heavily on the first piece of information encountered, that is the anchor. നമ്മൾ അതിനെയാണ് ആങ്കർ എന്ന് പറയുന്നത് when making decision. സോ ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഹെവി ആയിട്ട് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ, ലൈക്ക് ദാറ്റ് ഈസ് ആങ്കർ എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് റിലേ ചെയ്യും. ഓക്കെ, അങ്ങനെ സൊല്യൂഷനിലേക്ക് എത്തുന്നതിനാണ് ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കാർ ഈസ് ഫസ്റ്റ് ലിസ്റ്റഡ് അറ്റ് $20,000 and then discounted to $18,000, you might perceive it as a better deal even if $18,000 is still above market value. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുക, അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് $20,000. അപ്പോൾ അതിനൊരു ഡിസ്കൗണ്ട് വന്നു $18,000. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഇതൊരു ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് വിശ്വസിക്കുക. അതിന് ആങ്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളൊരു ഇൻഫർമേഷൻ അങ്ങ് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ട് ഓക്കെ ഇനിയും കുറയില്ല അല്ലെങ്കിൽ ഇനിയും കുറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ആ സൊല്യൂഷൻ ആ ഒരു എന്താണ് പ്രൈസിൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മളത് എടുക്കും. So that is anchoring heuristic. Next steps in using heuristic. You have to first recognize the problem, understand the problem and what you need to achieve. Identify if a heuristic approach is appropriate. ഇവിടെ heuristic problem ആണോ appropriate ആയിട്ടുള്ള സ്ഥലമാണെന്ന് recognize ചെയ്യുക. നെക്സ്റ്റ് ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ഹ്യൂറിസ്റ്റിക്. നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ റൂൾസ് ഓഫ് തമ്പോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഫോമിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കാണും. സോ അതിനായിട്ട് അപ്രോപ്രിയേറ്റ്ലി ഹ്യൂറിസ്റ്റിക് നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്താനുള്ള എന്താണെന്നുള്ള ഒരു സാധനം എടുക്കുക. ഓക്കെ, നൗ അപ്ലൈ ദ ഹ്യൂറിസ്റ്റിക്. നൗ എന്ത് ചെയ്യുക, നമ്മുടെ ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്യുക. യൂസ് എ ചോസൺ ഹ്യൂറിസ്റ്റിക് ടു ഗൈഡ് യുവർ ഡിസിഷൻ മേക്കിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. ദിസ് മൈറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് ആൻ
educated guess simplifying the problem or using the past experience. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോർമുല വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. എന്താണ് നമ്മുടെ ഹ്യൂറിസ്റ്റിക്, അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം ഇത് എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ, now evaluate the outcome. നമുക്ക് കിട്ടിയ ഔട്ട്കമ്മിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, whether the heuristic lead to a satisfactory solution. if satisfactory solution നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കിട്ടിയെങ്കിൽ മതി. നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടില്ല, കിട്ടണം എന്നില്ല, ഹ്യൂറിസ്റ്റിക്കിൽ കിട്ടില്ല എന്നല്ല, കിട്ടണം എന്നില്ല. ഓക്കെ, സോ ഇഫ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയെങ്കിൽ ഓക്കെ, ഇഫ് ഡിറ്റ് ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഇഫ് നോട്ട് യു മൈറ്റ് നീഡ് ടു ട്രൈ ഡിഫറെൻറ്റ് ഹ്യൂറിസ്റ്റിക്. ഇവ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേറൊരു ഹ്യൂറിസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ റിസൾട്ട് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ലെറ്റ്സ് സേ യു ആർ ട്രൈങ് ടു ഡിസൈഡ് ഹൗ മച്ച് ഫുഡ് ടു ഓർഡർ ഫോർ എ പാർട്ടി. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്ക് എന്തുമാത്രം ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ പ്രോബ്ലം. സോ ഇൻസ്റ്റെഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ എക്സാക്ട് എമൗണ്ട് ഗസ്റ്റ് മൈറ്റ് ഈറ്റ്, യു യൂസ് എ ഹ്യൂറിസ്റ്റിക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സാക്ട് ഓക്കെ 20 പീപ്പിൾ വരും, അപ്പോൾ 20 പ്ലേറ്റ്സ് എന്ന് കറക്റ്റ് പറയാതെ, നമുക്ക് കറക്റ്റ് അങ്ങനെ ഒരു കൗണ്ട് പറയാതെ, ഓർഡർ ഇനഫ് ഫുഡ് ഫോർ ഈച്ച് പേഴ്സൺ ടു ഹാവ് 2 സെർവിങ്സ് എന്നൊരു ഹ്യൂറിസ്റ്റിക് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സെർവ് ചെയ്യുക, ഐ മീൻ ഓർഡർ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാർക്കും 2 വട്ടം സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫുഡ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വല്ല ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എക്സാക്റ്റ് ആയിട്ടുള്ള, അല്ല നമ്മൾ കറക്റ്റായിട്ട് ഇന്ന ഓക്കെ 20 പേരാണ് വരുന്നത്, 20 പേർക്കുള്ള എക്സാക്ട് ഫുഡ് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും കൂടുതൽ കഴിച്ചു, അല്ലെ ആരെങ്കിലും കുറച്ച് കഴിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും വന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടെ ഡിഫറെൻറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. So this rules of thumb simplifies the decision and usually ensures there is enough food without excessive overthinking. Okay. Why it's effective? Efficiency, heuristic save time. അതാണ് മെയിൻ കാര്യം. സേവ് ടൈമും മെൻ്റൽ എനർജി ഒത്തിരി സേവ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ വേർ സ്പീഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ. Next, practicality. They provide good enough solution that works in most real world situation. And also it is adaptability എന്ന് പറയുന്നത്, it makes heuristic more effective. Heuristics can be adjusted based on the experience and context, making them flexible tools for decision making. Okay, when to use heuristic. Everyday decision when you need quick answers to routine problem. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ എവറിഡേ നമ്മൾ എന്തെങ്കിലും കാര്യം ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്നൊരു സൊല്യൂഷൻ പറയണമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പറയേണ്ട സൊല്യൂഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂറിസ്റ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രോബ്ലത്തിന് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം, കാരണം ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഓക്കെ പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ല കുറച്ചും കൂടി വർക്കബിൾ എന്തായിരിക്കും, പെട്ടെന്നുള്ള ഒരു ആൻസർ കിട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, സോ കോംപ്ലക്സ് പ്രോബ്ലത്തിൻ്റെ കേസിലും ഹ്യൂറിസ്റ്റിക് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. അൺസർട്ടൺ സിറ്റുവേഷൻ, നമുക്ക് എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷനേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല കൺസിഡർ ചെയ്യാൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂറിസ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യുക. നൗ വെൻ നോട്ട് ടു യൂസ് ഹ്യൂറിസ്റ്റിക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ക്രിട്ടിക്കൽ ഡിസിഷൻ, നമ്മളൊരു ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കണം, ആക്യുറസി ഇമ്പോർട്ടൻ്റാ, അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് കറക്റ്റ് ആൻസർ വേണം, അങ്ങനത്തെയുള്ള കേസിലൊന്നും ഹ്യൂറിസ്റ്റിക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ ഹൈലി ഡീറ്റെയിൽഡ് പ്രോബ്ലം, when every detail matters and a precise solution is required, heuristics may oversimplifies the issue. നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഭയങ്കര നമുക്ക് പെട്ടെന്ന് സൊല്യൂഷനിലേക്ക് കറക്റ്റ് എക്സാക്റ്റ് തല സൂപ്പർ സൊല്യൂഷനിലേക്ക് എത്താനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹ്യൂറിസ്റ്റിക് ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ശരിയാവുമോ? ഇല്ല, കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അല്ലാതെ മെത്തേഡിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് നല്ല സൂപ്പർ സൊല്യൂഷൻ കണ്ടുപിടിക്കായിരുന്നു. അപ്പോൾ ഹ്യൂറിസ്റ്റിക്കിലേക്ക് ഒതുങ്ങുന്നത് ശരിയല്ല. സോ ഹൈ ഡീറ്റെയിൽഡ് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഹ്യൂറിസ്റ്റിക്കിലേക്ക് പോയി ഇഷ്യൂവിനെ ഓവർ സിംപ്ലിഫൈ ചെയ്യരുത്. The heuristic method is a valuable tool for quickly solving the problem and making decisions, especially in everyday life or when time and resources are limited. But limited ആയിട്ടുള്ള കേസിൽ ടൈം റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്യുക. It's about being smart and efficient, finding solutions that are good enough without getting backed down in unnecessary complexity. Okay. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെല്ലാം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കൽ, ക്വിക്ക് ആൻഡ് ഓഫൺ ഇൻറ്റ്യൂട്ടീവ് സ്ട്രാറ്റജീസ് ദാറ്റ് പീപ്പിൾ യൂസ് ടു സോൾവ് പ്രോബ്ലംസ്. ദീസ് മെത്തേഡ് ഡോണ്ട് ഗ്യാരണ്ടി എ പെർഫെക്റ്റ് സൊല്യൂഷൻ, ബട്ട് ദേ യൂഷ്വലി പ്രൊവൈഡ് എ ഗുഡ് ഇനഫ് ആൻസർ എഫിഷ്യൻ്റ്ലി.
സോ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റൂൾ ഓഫ് തം ദാറ്റ് ഈസ് മെഷർ ട്വൈസ് കട്ട് വൺസ്. നമ്മൾ ഇപ്പോൾ കാർപ്പൻട്രിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തെറ്റായിട്ട് അളന്ന് മുറിക്കുന്നേക്കാളും നല്ലത് അവർ പറയുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ 2 വട്ടം മെഷർ ചെയ്യുക, കട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എപ്പോഴും കറക്റ്റായിട്ടൊക്കെ 10 വട്ടം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1 വട്ടം ചെക്ക് ചെയ്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കുക, അതെന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, 2 വട്ടം മെഷർ ചെയ്യുക, കട്ട് ചെയ്യുക, ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മേ ബി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും കിട്ടുന്നു, 2 വട്ടം നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടണമെന്നില്ല. ഓക്കെ ആൻസർ കിട്ടും. ഓക്കെ. Availability heuristic. If you are deciding whether to buy travel insurance, you might rely on recent news about airplane crashes. Because these events are vivid and easily remembered, you might overestimate the risk of flying and decide to purchase the insurance. അപ്പോൾ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ട്രാവൽ ഇൻഷുറൻസ് മേടിക്കണം. അപ്പോൾ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? നമ്മളപ്പോൾ എന്ത് ചെയ്യുക? റീസെൻ്റ് ആയിട്ടൊക്കെ എയർപ്ലെയിൻ ക്രാഷസിനെയൊക്കെ പറ്റി ചിന്തിക്കുക. ഓക്കെ, എനിക്കും അത് ഞാനും അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉള്ള ആളാണോ? അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് റിസ്ക് ആവുമോ? അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു ഡീറ്റെയിൽ അന്വേഷിക്കും. ദാറ്റ് ഈസ് നമ്മുടെ എയർപ്ലെയിൻ ക്രാഷസിൻ്റെ റീസെൻറ്റ് ന്യൂസ് ഒക്കെ അന്വേഷിക്കുന്നതിനെയാണ് അവിടുത്തെ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് വർക്കിംഗ് ബാക്ക്വേർഡ്സ്. ഇഫ് യു ആർ ട്രൈങ് ടു സോൾവ് എ മേസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്വേർഡ് വരുന്ന പ്രോബ്ലംസ്, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക്വേർഡ്സിലേക്ക് ട്രേസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ആങ്കറിങ് ഹ്യൂറിസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ when negotiating the price of a car, the initial price offered often strongly influences the final agreed price. So even if the initial price is arbitrary, it sets a mental benchmark that both parties adjust for. ഓക്കെ. അപ്പോൾ ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ്, ഒരു സ്ഥലം മേടിക്കുമ്പോഴത്തേനും പ്ലോട്ട് മേടിക്കുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യും. ആദ്യം ഓഫർ ചെയ്ത പ്രൈസിൽ തന്നെ നമ്മൾ ലൈക്ക് ഫൈനൽ പൈസ ആയിട്ട് എടുക്കേണ്ട, എഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അവർ കുറയ്ക്കും, 2 പാർട്ടീസും കുറച്ച് തരും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൈസിലേ കയറി ഉറപ്പിക്കേണ്ട. സോ അവിടെ കീപ്പ് ചെയ്യേണ്ട ഹ്യൂറിസ്റ്റിക് എന്താണ്? ഓക്കെ, ഫസ്റ്റ് പ്രൈസ് തന്നെ ഓക്കെ ഉറപ്പിച്ചിട്ട് വിൽക്കേണ്ട, ഐ മീൻ പൈസ ഫൈനൽ എഗ്രിമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. Okay, simplification. When trying to estimate the total cost of groceries while shopping, you might round the prices of items to the nearest dollar. So this simplifies the mental math and gives you a rough estimate without needing to add every cent. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫിക്കേഷൻ. നമ്മളിപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ഇപ്പോൾ ഗ്രോസറി മേടിക്കാൻ പോയിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ഐറ്റംസിന് നിയറസ്റ്റ് ഡോളറിലേക്ക് ഇതാക്കിയിട്ട് പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേനും ഒത്തിരി മെൻ്റൽ മാത്തൊക്കെ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റഫ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് എക്സാക്ട് സൊല്യൂഷൻ കിട്ടത്തില്ല, ഒരു അഡ്ജസ്റ്റിംഗ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ സിംപ്ലിഫിക്കേഷൻ അതാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് എലിമിനേഷൻ ബൈ ആസ്പെക്ട്സ്. When choosing a new laptop, you might first eliminate all options that don't meet your minimum requirements for battery life. Then, among remaining options, you estimate those that don't have the desired screen size. You continue this process until one option remains. അപ്പോൾ എലിമിനേഷൻ ബൈ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ലാപ്ടോപ്പ് മേടിക്കുക. അപ്പോൾ നമ്മളൊരു 10 ലിസ്റ്റ് കാണും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇതിനകത്ത് ബാറ്ററി ലൈഫ് കുറവായിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കളയും. അത് കഴിയുമ്പോഴത്തേന് സ്ക്രീൻ സൈസ് കുറവായിട്ടുള്ള എല്ലാം കട്ട് ചെയ്യും. അപ്പം നമ്മുടെ ആസ്പെക്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് അവസാനം ഒരു ഓപ്ഷനിലേക്ക് വന്നേക്കും. Representativeness heuristic. If someone loves books and quiet environment, you might assume that they are a librarian, or because they match the stereotype, even if statistically they are more likely to have a different occupation. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ പറയുവാണ് എനിക്ക് ഭയങ്കര ക്വയറ്റും കാമും ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെ, ലൈബ്രറിയൻ എന്ന് പറയുന്നതായിരിക്കും ആ പുള്ളിയുടെ മാച്ച് ആയിട്ടുള്ള ഇതെന്ന് നമ്മൾ പറയുമായിരിക്കും. പക്ഷെ പുള്ളിക്ക് വേറെ ഏതെങ്കിലും ആയിരിക്കും എന്താ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓക്കെ, ലൈബ്രറിയൻ സ്റ്റീരിയോ ടൈപ്പിലാണ് പുള്ളി എന്നുള്ളത് ഇത് ചെയ്യും. അതാണ് റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ. Next is satisficing. When looking for a place to eat dinner, instead of searching for the perfect restaurant, നമ്മൾ ഏതെങ്കിലും ഗുഡ് ഇനഫ് ആയിട്ടുള്ള നമ്മുടെ ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ നോക്കുള്ളൂ. സാറ്റിസ്ഫൈങ് ആണ് അത്. ഓക്കെ. നെക്സ്റ്റ് ഗെസ്റ്റിമേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇഫ് യു നീഡ് ടു എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ജെല്ലി ബീൻസ് ഇൻ എ ജാർ, യു മൈറ്റ് ഹാവ് എ റഫ് ഗസ് ബൈ എസ്റ്റിമേറ്റിംഗ് ദി നമ്പർ ഓഫ് ബീൻസ് അലോങ് വൺ ഡയമെൻഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലൈയിങ് ഇറ്റ് ബൈ അതർ ഡയമെൻഷൻ. നമ്മൾ ചെയ്യാറുള്ള കാര്യം. ഇപ്പോൾ കുപ്പിക്കകത്ത്
ബിസ്ക്കറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സാക്ട് ഓരോ ബിസ്ക്കറ്റും കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഒരു റോയിൽ ഒരു കോളമിൽ എത്ര റോ വാല്യൂവും കോളം വാല്യൂവും നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. സോ അതാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഫെമിലാരിറ്റി ഹ്യൂറിസ്റ്റിക്. നമ്മളിപ്പോൾ when faced with the choice between two brands of a product, ഇപ്പോൾ രണ്ട് സാധനത്തിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീം മേടിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പോൾ യു നീഡ് ടു റിക്കഗ്നൈസ് ഏതാണ് നല്ലതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈവൻ ഇഫ് യു നോ നത്തിങ് അബൌട്ട് ദ ക്വാളിറ്റി ഓർ പ്രൈസ് സിംപ്ലി ബിക്കോസ് ഇറ്റ് ഫീൽസ് സേഫ്, ഓക്കെ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. എന്താ നോക്കുന്നത്, അത് പ്രൈസിൻ്റെ അതൊന്നും നോക്കണമെന്നില്ല, ഫെമിലിയർ ആയിട്ടുള്ള ഏതാണോ അതിനെ അങ്ങ് എടുക്കും. അതായിരിക്കും മോസ്റ്റ് ലൈക്ക് ഇതായിട്ടുള്ള ഓക്കെ ഇത് കുറച്ചുകൂടി ഫെമിലിയർ ആണ്, സോ ഇറ്റ് ഈസ് സേഫർ ആണ് എന്നുള്ള ചിന്തയിൽ. ഓക്കെ, അതിനാണ് ഫെമിലാരിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഡിഫറെൻറ്റ് ഹ്യൂറിസ്റ്റിക്സിൻ്റെ വഴിയാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഹ്യൂറിസ്റ്റിക് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക, ഓക്കെ എന്തൊക്കെയാണ് ഹ്യൂറിസ്റ്റിക്സ് ആക്കി എടുക്കുക, അത് വെച്ചിട്ടാണ് ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞേക്കുന്നത്. സോ ദീസ് എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ഹൗ ഹ്യൂറിസ്റ്റിക്സ് ഹെൽപ്പ് പീപ്പിൾ മേക്ക് ക്വിക്കർ ഡിസിഷൻസ് ഓർ സോൾവ് പ്രോബ്ലംസ് വിത്ത് ലെസ് എഫർട്ട് ബൈ സിംപ്ലിഫൈങ് ദ പ്രോസസ് യൂസിങ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർ റിലൈങ് ദ ഓർ ഇൻഡിറ്റ്യൂട്ടീവ് ജഡ്ജ്മെന്റ്സ്. ഓക്കെ, സോ ഇതാണ് ഹ്യൂറിസ്റ്റിക് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്ന് പറയുന്നത്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. സോ നമ്മൾ ആദ്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കി, ഇപ്പോൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നോക്കി. ഇനി നമുക്കുണ്ട് മീൻസ് ആൻഡ് അനാലിസിസും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് ട്രാക്കിങ്ങും ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.